ലതാ സഞ്ജു വേൾഡിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയുടെ ആദ്യത്തെ യൂണിറ്റിലെ ഇത്തിരി പൂവേ കുരുന്നുപൂ എന്ന യൂണിറ്റിൻ്റെ ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഭാഗമായ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലേക്ക് നമുക്ക് കടക്കാം. കവിതയിലേക്ക് കടക്കും മുമ്പ് പി മധുസൂദനൻ, അതായത് നമ്മുടെ ഈ മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയുടെ രചയിതാവായ പി മധുസൂദനെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ ഭൂമി പാടുന്ന ശീലുകൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ചില ഭാഗമാണ് നമുക്കിവിടെ മണ്ണിൻ്റെ കിനാക്കൾ എന്ന പേരിൽ തന്നിരിക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് ഒന്ന് പോകാം. പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ, സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ, ചന്തമാകെ പകർന്ന ജമന്തികൾ. എന്താണ് ഈ കവിതയിലെ പ്രതിപാദ്യം? പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ. മുക്കുറ്റിപ്പൂ എല്ലാവർക്കും അറിയാം. എന്താണ് അതിൻ്റെ നിറം? നല്ല മഞ്ഞ നിറമാണ് അല്ലേ? പണ്ടൊരു കവിതയിൽ കവി പറഞ്ഞതുപോലെ തങ്കച്ചാറിൽ മുങ്ങിയതാണ് ഈ മുക്കുറ്റിപ്പൂക്കൾ. അതിൻ്റെ നിറം വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പൊൻവെയിലിൽ കുരുത്ത മുക്കുറ്റികൾ, ഇവിടെ കവി പറയുന്നത് മുക്കുറ്റിക്ക് മഞ്ഞ നിറം വരാൻ കാര്യം അപ്പോൾ പൊൻവെയിലിലാണ് കുരുത്തത്. കുരുക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക. അടുത്ത വരികൾ എന്താണെന്ന് നോക്കാം. പൂനിലാവ് നുകർന്ന പൂത്തുമ്പകൾ. പൂനിലാവ് നുകർന്ന തുമ്പപ്പൂവുകൾ എന്ന് പറഞ്ഞാൽ നിലാവിൻ്റെ നിറമുള്ള, തുമ്പപ്പൂവിൻ്റെ നിറം വെള്ളയല്ലേ, അപ്പോൾ അത് നിലാവിൻ്റെ ആ നിറത്തോടാണ് ഇവിടെ കവി ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തുമ്പപ്പൂക്കൾ സന്ധ്യ നെഞ്ചത്തെടുത്തു ലാളിച്ചതിൻ, സന്ധ്യാസമയത്തെ ആ ഭംഗി, അതായത് ഒരു ചുവപ്പ് നിറം, ആ ഭംഗിയുള്ള ആ നിറത്തിലുള്ള എന്താണ് ചന്തമാകെ പകർന്ന ജമന്തികൾ, ജമന്തിപ്പൂക്കൾ. സന്ധ്യാസമയത്തിനൊരു നല്ല ഒരുമാതിരി ഓറഞ്ച് നിറത്തിലോട് ചേർന്നൊരു ചുവപ്പില്ല, ആ ചുവപ്പ് നിറമുള്ള ജമന്തിപ്പൂക്കൾ. ഇവയെല്ലാം തനിക്കു ചുറ്റും, മണ്ണിൻ്റെ സ്വപ്നങ്ങളാണിത്, തനിക്കു ചുറ്റും ഉണ്ടാവണമെന്നായിരുന്നു ഈ മണ്ണിൻ്റെ ആദ്യത്തെ കിനാവ്. അങ്ങനെ തന്നെ ആയിരിക്കണമെന്നായിരുന്നു മണ്ണിൻ്റെ കിനാവ്. ആശയങ്ങളുടെ ഈ വിശദീകരണം നമ്മുടെ പാഠപുസ്തകത്തിലെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായമാകാൻ വേണ്ടിയാണ് വിശദമാക്കി പറയുന്നത്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഈ കവിതയുടെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഉടനെ എത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.